കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു, തൊഴുതു. എല്ലാവരും വരണ്ടേ? എല്ലാവരും പോരൂട്ടോ. ഗുരുവായൂരപ്പനെ തൊഴണ്ടേ നമുക്ക്? എല്ലാവരും വന്നോളൂ. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ അലങ്കാരം എന്താണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ മഹാഗണപതിനെ കണ്ട് തൊഴാം. കിഴക്കേ നടയിലുള്ള ഗണപതിനെ കണ്ട് തൊഴുത് നമുക്കിങ്ങനെ ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്, ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. എല്ലാവരും പോരൂട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ പോന്നു, ആ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി. ഇനി നേരെ വാതിൽപ്പടിയുടെ അവിടെ വന്ന് ഉച്ചപൂജ കഴിഞ്ഞ് ഇങ്ങനെ നട തുറക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും കണ്ട് തൊഴാനുള്ള ആ ഒരു ആകാംക്ഷയിലാണ്. അത്യാവശ്യം നല്ല തിരക്കാണ്. ആ ക്യൂ ക്ലോസ് ചെയ്തു ഇപ്പോൾ. എന്നാലും അത്യാവശ്യം നല്ല തിരക്കാന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് തന്നെയാണ്. കാരണം തെക്കേ നടയിൽ വളഞ്ഞു തിരിഞ്ഞിട്ടാണ് ക്യൂ കിടക്കുന്നത്. എന്തായാലും നമ്മളിവിടെ എത്തി, നമുക്ക് തൊഴാം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക്, ആ വാതിൽപ്പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശ്രീലകത്തെ വിളക്കുകൾ ഇങ്ങനെ കാണാം. നമുക്ക് ആ തെളിച്ചങ്ങനെ നല്ല തെളിച്ചായിട്ട് കാണാം. സ്വർണ്ണ വിളക്കിൻ്റെ, ആ നെയ് വിളക്കിൻ്റെ ഇങ്ങനെ തെളിച്ചാണേ. അപ്പം അത് കണ്ട് അങ്ങോട്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ നാരായണീ എഴുതിയ മേൽപ്പത്തൂർ ഭട്ടതിരിനെ ഒന്ന് സ്മരിക്കാം. അതുപോലെ വലതുവശത്തേക്ക് നോക്കിയാൽ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് കണ്ട് തൊഴാം. അങ്ങനെ നമ്മളിങ്ങനെ നടക്കുക പതുക്കെ. അങ്ങനെ ഇറങ്ങുമ്പോൾ ആ കാൽത്തടകളൊക്കെ അതാ കാണുന്നു, ഉണ്ണിക്കണ്ണൻ്റെ. അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ കാൽത്തടകളുണ്ട്, കൈവളകളുണ്ട്. അതിനപ്പുറം ഇന്ന് ഒരു പാമ്പുണ്ടല്ലോ, ആ കാളിയനാണ്. കാളിയൻ്റെ പുറത്ത് നൃത്തം ചെയ്യുന്ന ആ കാളിയ മർദ്ദകനായിട്ടാണ് കേട്ടോ ഇന്നത്തെ അവതാരം. എന്താ ഒരു രസം കാഴ്ച. ആ ഇടത്തെ കയ്യിന് ആ വാലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടേ അങ്ങനെ പിടിച്ച് ചവിട്ടുകയാണ്, നൃത്തം ചെയ്യുകയാണ്. ഓരോ ചവിട്ടിനും ഓരോ തല താഴത്തേക്ക് താഴണു എന്നുള്ള മാതിരിയാണ് പാമ്പിൻ്റെ. അപ്പോൾ അത് നന്നായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്, വളരെ സന്തോഷമായിട്ടുള്ള കാഴ്ചയാണ്. ആ കാളിയമർദ്ദനെ കാണാനുള്ളൊരു എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മൾക്ക് ആ ഒരു അവസരം ഉണ്ടാക്കി തന്ന ആ ഗുരുവായൂരപ്പന് ആദ്യം തന്നെ നന്ദി പറയണം. കാരണം അത്രയും വിശിഷ്ടമായിട്ടാണ് ഇന്നത്തെ അലങ്കാരം വന്നിരുന്നത്. നന്നായിട്ടുള്ളൊരു അലങ്കാരമാണ്. പാമ്പിൻ്റെ തലയൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. അതിൻ്റെ മുകളിൽ കാലിങ്ങനെ കയറ്റി വെച്ച് നൃത്തം ചവിട്ടുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഒരു അഹങ്കാരത്തെ ശമിപ്പിക്കുന്ന ആ ഒരു രൂപമാണെന്ന്. അപ്പോൾ കാളിയൻ എന്ന ഉഗ്ര സർപ്പത്തിൻ്റെ അഹങ്കാരം കൃഷ്ണൻ്റെ ആ പാദം കൊണ്ട് ശമിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇന്നത്തെ ആ ശ്രീലകത്തെ നമ്മുടെ ചതുർബാഹുവായ നാരായണ വിഗ്രഹത്തിൽ കളഭം കൊണ്ട് ഉരുത്തിരിഞ്ഞ ആ ഒരു അവതാരം. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, കണ്ട് തൊഴുതോളൂ. ഇന്നത്തെ അലങ്കാരത്തിൻ്റെ, ഇന്ന് ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ഉണ്ടായിരുന്നത് പഴയം സുമേഷോദിക്കനാണ്, പഴയം സതീശോദിക്കനാണ്. വളരെ നന്നായിട്ടുള്ള അവതാരമാണ് ചാർത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു തൃക്കൺ പാർക്കുക എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മളെ നോക്കട്ടെ, ആ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ആ തിരുമുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ചിന്തിച്ച് ആ പ്രാർത്ഥന അവിടെ എത്തട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുതിറങ്ങുകയാണ്. തൊഴുതിറങ്ങി നമ്മളിങ്ങനെ ഇന്നത്തെ ഇടപ്പള്ളിയൊക്കെ അടച്ചിട്ടിരുന്നു, എന്താണെന്നറിയില്ല. പൂജ കഴിഞ്ഞപ്പോൾ ആരെങ്കിലും ക്ലീനിങ്ങിന് ചെന്നപ്പോൾ അടച്ചതാവും. അപ്പോൾ ഇനി നേരെ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് എത്തുക. ഇന്ന് പാറ്റുകാൽ രാധാകൃഷ്ണനൊക്കെ തൊഴാൻ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുന്നു. ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വിഘ്നേശ്വരൻ അത് ആ നല്ല നിറഞ്ഞ മാലയും പൊട്ടും ഒക്കെ ഇട്ട് വളരെ സന്തോഷവാനായിട്ടാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. നിറയെ മാലയുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം.
അങ്ങനെ അത് കഴിഞ്ഞ് സരസ്വതി ദേവിനെ നോക്കിയ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. മാലയൊക്കെ ഉണ്ട്, ഒരു മാല മാത്രമേ ഉള്ളൂ ആ ഫോട്ടോൻ്റെ മുകളിൽ. അങ്ങനെ നമ്മൾ സൈഡിൽ കൂടെ വരുമ്പോൾ ആ ഗണപതിയുടെ അവിടെയുണ്ട്, മാല ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് ഇന്നിപ്പോൾ സതീശോദിക്കനാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് അനന്തപത്മനാഭസ്വാമീനെ ഒന്ന് കണ്ടു തൊഴാം. ബ്രഹ്മാവിനാണ് ആ നാഭിച്ചുഴിന്ന് ഉയർന്നു വന്ന ആ ബ്രഹ്മദേവനാണെന്ന് മാല ചാർത്തിയുണ്ട്. കാര്യമായിട്ട് വലിയ തുളസിമാല ഞാൻ ചാർത്തിയുണ്ട്. അതുപോലെ ആ വെളുത്ത മുല്ലപ്പൂ കൊണ്ടുള്ള ഒരു മാല ആകെ മൊത്തം ചാർത്തിയിട്ടുണ്ട് അനന്തപത്മനാഭസ്വാമിക്ക്. അപ്പോൾ അവിടെ കണ്ട് തൊഴാം. അങ്ങനെ നമുക്കൊന്ന് കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ അമ്പലത്തിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ച് നമ്മളങ്ങനെ ഇനി ആ ദശാവതാര രൂപങ്ങളൊക്കെ കണ്ടിങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ കണ്ണനും അതാ മാല ചാർത്തിയിട്ടുണ്ട്, തുളസി മാല. അതുപോലെ മുരുകനെ കണ്ട് വണങ്ങാം. അതേപോലെ ഹനുമാൻ സ്വാമീനെ കണ്ട് വണങ്ങാം. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയുണ്ട്. അതുപോലെ ആരോ എന്തൊക്കെയോ എഴുതിയിട്ടുള്ള ആ ഒരു മാലയുണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശം അറിയില്ല. അവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ആ മാല ചാർത്തിയെണ്ണാണ് ഹനുമാൻ സ്വാമിക്ക്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരാം. ആ കുങ്കുമൊക്കെ എടുത്ത് തൊട്ട് ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇനി ആ കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. അങ്ങനെ കണ്ടു തൊഴുതിട്ട് ആ മണിക്കിണറൊക്കെ നോക്കി, അതുപോലെ ആ നൃത്താറയിലേക്ക് നോക്കിയാൽ നമ്മളെ കിടാവിളക്ക് ഇങ്ങനെ കത്തുണ്ട്. അപ്പോൾ കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ അവിടേക്ക് നോക്കിയിട്ടൊന്ന് സ്മരിക്കുക. അങ്ങനെ കുറൂരമ്മയുടെ അവിടെ ഒക്കെ ചെന്നാൽ ആ കുറൂരമ്മേനെയൊക്കെ കാണാം. അപ്പോൾ അവിടുന്ന് അങ്ങനെ കണ്ട് നാരദനെയും കൃഷ്ണാട്ടത്തിൻ്റെ രൂപവും വസുദേവരെയൊക്കെ കണ്ട് ഇങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പുറത്ത് വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ ആ എടത്തരികത്ത് കാവിലെ അമ്മയുടെ അടുത്തേക്ക് പോവാം. തിരക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ വന്നാൽ എന്തായാലും കയറി തൊഴുക. അങ്ങനെ കയറുമ്പോൾ ആ എടത്തരികത്ത് കാവിലെ അമ്മ അങ്ങനെ ആ ഗോളയ്ക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പട്ടൊക്കെ ഇട്ടിട്ട് മുന്നിലൊരു മഞ്ഞപ്പട്ടും വെച്ചിട്ടുണ്ട്, ബാക്കി ചുവന്ന പട്ടും വെച്ച്. അങ്ങനെയുള്ള ആ അമ്മയുടെ രൂപമാണ് കളഭം കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുള്ള അതും കാണാണ്ട്. അപ്പം അമ്മേനെ നിറയെ പൂക്കളൊക്കെയാണ്, നല്ല മാലകളൊക്കെ ചേർത്തിയിട്ടുണ്ട്. അമ്മയെ നോക്കി തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ തൊഴുത് നമ്മളിങ്ങനെ തിരിഞ്ഞു ഇങ്ങനെ പോരുമ്പോൾ ആ കാശി വിശ്വനാഥനെ കാണാമെന്ന് പറഞ്ഞ പോലെ നമുക്ക് മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. മമ്മിയൂരപ്പനെ കണ്ട് നമശിവായ 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 എന്ന് പറഞ്ഞ് ആ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് അവിടുന്ന് മമ്മിയൂരപ്പനെ കണ്ടിങ്ങനെ തൊഴുത് ഇനി നേരെ ആ കൊടിമരത്തേക്ക് നോക്കാം. ആ കൊടിമരത്തിൻ്റെ അവിടെ ഇങ്ങനെ നോക്കിയിട്ട് വരുമ്പോൾ ഒന്നുകൂടി നമുക്ക് ആ ശ്രീലകത്തിരിക്കുന്ന ആ കാളിയമർദ്ദകനെ ഒന്നുകൂടി കാണാനുള്ള ആ ഒരു ത്വര കൊണ്ട് നമ്മൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടുന്ന് തിരക്കാണെങ്കിൽ കൂടി ഒരു നോട്ടം കൂടി എന്ന് പറഞ്ഞ മാതിരി ഒന്നുകൂടി കാണാം. അപ്പം അങ്ങനെ കണ്ട് ഇനി ആ കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്നാൽ അവിടെ നിന്ന് തൊഴുത് അതുപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അവിടെ ഇന്ന് കുറച്ച് തിരക്ക് കുറവുണ്ട്, സ്വാമിമാർ കുറച്ച് കുറവാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. നല്ല വെളുത്ത മുണ്ടാണ്, കസവ് മുണ്ടൊക്കെ ചുറ്റിയിട്ട് ഇരിക്കുന്ന പുടവ അങ്ങനെ ചുറ്റിയിട്ടിരിക്കുന്ന അയ്യപ്പസ്വാമിയാണ്. നല്ല മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്, സ്വർണത്തിൻ്റെ മാലയുണ്ട്, സ്വർണത്തിൻ്റെ ഗോപീതിയിലൊക്കെ ഉണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുള്ള അയ്യപ്പസ്വാമിയാണ്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പനെയും കണ്ട് ഒന്ന് പ്രദക്ഷിണമായിട്ട് നമുക്കിങ്ങനെ പുറത്തേക്ക് പടിഞ്ഞാറ നടയിലേക്ക് വരാം. പടിഞ്ഞാറ നടയിൽ വന്നിട്ട് നോക്കുമ്പോൾ നേരെ ആ കൊടിമരം കാണാം. അതുപോലെ
ദീപസ്തംഭം കാണാം. അതൊക്കെ കണ്ട് തൊഴുത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ആ ഉച്ചപൂജാലങ്കാരം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ട് തൊഴുതു എന്നുള്ള നിർവൃതിയിലിരിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരിലേക്കും എത്തട്ടെ നമ്മളെ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം.